ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തക്കാളിക്കറിയാണ് കേട്ടോ വെക്കുന്നത്. തക്കാളി അരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഫുള്ള് ഓൺ വോയിസ് കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തക്കാളി അരിയുവാണ് കേട്ടോ. തക്കാളി എടുക്കുന്നത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. തക്കാളിയൊക്കെ അരിയുവാണ്. തക്കാളി എടുക്കുന്നുണ്ട്, ഒരു സവോള എടുക്കട്ടെ. അപ്പോൾ ഒരു സവോള എടുത്തിട്ടുണ്ട്. കുഞ്ഞാപ്പിനെ LKG-യിലൊക്കെ വിട്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഫുഡ് കഴിക്കാൻ ഇച്ചിരി മടിയുണ്ട്. എനിക്ക് തോന്നുന്നത് സ്ഥലം മാറിയേണ്ടിയാണെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടിയാണ്. അപ്പം ഇനി ശരിയായി വരുമായിരിക്കും. അവൾ ഈ ബാഗിൽ ബാർബിക്കൊക്കെ കൊണ്ടുപോയാൽ ഇത് കൂടെ ഫുഡ് കൊടുക്കുന്നത്. അപ്പം ഞാൻ സവോളയും കൂടെ ആ കൂടെ അരിയുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു തക്കാളിക്കറിയാണ് കേട്ടോ. തക്കാളി എനിക്ക് വലിയ ഇഷ്ടമില്ല. അതിന് ഇടയ്ക്കൊക്കെ വെക്കുമ്പോഴത്തേക്കും കൂട്ടാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് തക്കാളി. പക്ഷെ വറുത്തരച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ വറുത്തരയ്ക്കുന്ന കറിയെല്ലാം എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പുതിയ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് പുതിയ ഫോണിൽ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വലിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ സംഭവമൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ തീയലിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ഭയങ്കര വെട്ടമാണ് അവിടെ. നമുക്ക് ട്രൈപ്പോഡ് ഞാൻ എടുത്തില്ല. ട്രൈപ്പോഡ് എടുക്കാതെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൻ്റെ സ്റ്റൈലൊന്നും നോക്കണ്ട കേട്ടോ. ഇത് കടുകിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തക്കാളിയും കൂടെ ഇട്ടു. ഇത് വെട്ടക്കുറവാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേകുന്നോടം വരെ ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഒന്ന് വേഗട്ടെ. അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടി വറുക്കാം. ഇതിലൂടെ വന്ന് പൊട്ടും വെട്ടില്ല കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇനി ബാക്കിയും കൂടെ ചിരണ്ടട്ടെ കേട്ടോ. കറണ്ട് പോയി ഗൈസ്. അപ്പോൾ തേങ്ങ ഇപ്പുറത്തെ അടുപ്പയിലോട്ട് നമ്മൾ വറുക്കാൻ ഇടുന്നുണ്ട്. കൂടെ ഒരു ചെറിയ ഉള്ളിയും കൂടി ഇടണം കേട്ടോ. ചെറിയ ഉള്ളി എടുത്തോണ്ട് പറ്റേ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് ഞാൻ ഓർക്കുന്നത്. അതെ, ചെറിയ ഉള്ളിയും കൂടെ ആ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് വരുന്നു. മുളകും മല്ലിയും ഇതിനകത്ത് ഇട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ വറ്റൽമുളകും മല്ലിയും കൂടെ. ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുകയാണ് ചെയ്യുന്നത് തേങ്ങ വറുത്ത് കഴിയുമ്പോൾ. അപ്പം അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈസ് കറണ്ട് വന്നു കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ തുണി ഇളക്കുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, അതുകൊണ്ട് ഷേക്കാവുന്നുണ്ട്. നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. നമ്മുടെ തക്കാളി
തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക വന്നിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി. സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയൊക്കെ സെറ്റായി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.